ഈയിടെ നിയമസഭയിൽ മന്ത്രി ബിന്ദു മന്ത്രി ബിന്ദു ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. അതായത് 1.13 കോടി ഉറുപ്പികയാണ് ഈ വൈസ് ചാൻസലർമാർക്ക് മൊത്തം ചെലവഴിച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ഈ VC-മാരുടെ നിയമനം അത് നൾ ആൻഡ് വോയിഡ് ആയി എന്ന് ഗവർണർ പറഞ്ഞു. അവരെ പിരിച്ചുവിടാൻ തീരുമാനമായി കഴിഞ്ഞപ്പോൾ ഇതിനെതിരെ കേസിന് പോയി VC-മാർ. ആ കേസിന് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ഹൈക്കോടതിയിൽ പോയി, പിന്നെ സുപ്രീം കോടതിയിൽ പോയി. ഇതിനൊക്കെ കൂടി ഇവർ ചെലവഴിച്ചിരിക്കുന്ന തുക 1.13 crore. അപ്പോൾ ഇങ്ങനത്തെ ഈ സംഭവം മന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്താ പറയുക, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ടല്ലോ, അവർ ഗവർണർക്കൊരു കത്ത് കൊടുത്തു. അതായത് ഇങ്ങനെ ആദ്യത്തെ ഒരു കേസാണ്. ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയാണ്. ചാൻസലർക്കെതിരെ ഇങ്ങനെ കേസ് കൊടുക്കുന്ന ഒരു ട്രഡീഷൻ ഇല്ല. ഇവരാണ് ആദ്യമായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കുന്നതിന് ചിലവാക്കിയ തുക ഈ 1.13 crore ഈ വൈസ് ചാൻസലർമാരുടെ കയ്യിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിവേദനം ഗവർണർക്ക് കൊടുത്തു. അതെ. അപ്പോൾ അവർ ഈ ക്യാമ്പയിൻകാർ ഇതേപോലെ ഇദ്ദേഹത്തിന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗവർണറുടെ സെക്രട്ടറി ഇപ്പോൾ എല്ലാ VC-മാർക്കും ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇവരുടെ കേസ് വാദിക്കാനായിട്ട് ഈ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ പോയി നടന്ന് ഇവിടുത്തെ ജനങ്ങളുടെ കാശും കൊണ്ടുപോയി ഈ കേസ് വാദിച്ചിട്ട് എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടോ അത് തിരിച്ചടയ്ക്കണം എന്ന് ഇപ്പോൾ ഗവർണറുടെ സെക്രട്ടറി വൈസ് ചാൻസലർമാരെയൊക്കെ അറിയിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പൊസിഷൻ. അപ്പോൾ അതിൽ ഈ വൈസ് ചാൻസലർമാർ പലരും ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാവുന്നത് 2 പേരാണ്. ഒന്ന് ഗോപിനാഥ് രവീന്ദ്രൻ, കണ്ണൂർ. പിന്നെ കുഫോസിൻ്റെ വൈസ് ചാൻസലറായിരുന്ന റിജി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവാക്കിയിരിക്കുന്നത് ഗോപിനാഥ് രവീന്ദ്രൻ, കണ്ണൂർ VC. അദ്ദേഹം ചിലവഴിച്ചിരിക്കുന്നത് 69 ലക്ഷം രൂപയാണ്. ഇതൊക്കെ ജനങ്ങളുടെ കാശ് കൊണ്ടുപോയിട്ടാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിൻ്റെ ഭാര്യ, അവരുടെ കേസും പറഞ്ഞ് അവരും പോയായിരുന്നു കോടതിയിൽ. അവർക്ക് വേണ്ടിയിട്ടും ചിലവാക്കിയിട്ടുണ്ട് നല്ലൊരു തുക. അത് 8 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ രീതിയിൽ എന്താ പറയുക, കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞാൽ ഉള്ള കാശിട്ട് ഇവരൊക്കെ കളിക്കായിരുന്നു. ഇപ്പം ആ കാശ് തിരിച്ചയക്കണം. ആ കാശ് പക്ഷേ പേ ചെയ്തിട്ടില്ല എന്നാണ് മിനിസ്റ്റർ പറഞ്ഞെന്ന് തോന്നുന്നു. കേസ് തീരാത്തതുകൊണ്ട് പേ ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്യേണ്ടി വരും. കാരണം അവർക്ക് വേണ്ടിയും കേസ് കൂടുന്നത് എങ്ങനെയാലും ഈ തുക ഇവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വന്നിരിക്കുന്നത് 1.13 crore ആണ്. അത് തിരിച്ചടയ്ക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യം. ഗവർണറുടെ ഉത്തരവ്. ഗവർണറുടെ സെക്രട്ടറി ഇവരെ ഇൻഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും കേസിന് പോകേണ്ടി വരുമായിരിക്കും ജില്ലയിൽ. അല്ല, അത് കേസ് തീരൂല സാർ. ഒന്നാമത്തെ കാര്യം, ഗവർണറുടെ ആ ഉത്തരവിന് എന്തെങ്കിലും ഫലം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ഗവർണർ ഈ കേസിൽ പ്രധാനപ്പെട്ട പ്രതി അല്ലെങ്കിൽ കക്ഷി ഗവർണറാണല്ലോ, ഇഷ്യൂസൊക്കെ. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഗവർണറുടെ വാദം എന്താണ്? ഈ ഉത്തരവിലൂടെ നമ്മളിപ്പോൾ സാധാരണക്കാർ ഈ ഉത്തരവ് കാണുമ്പോൾ എന്താ വാദിക്കുക? കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ VC-മാരുടെ നിയമനം നടന്നു. നിയമനം വഴിവിട്ട രീതിയിലാണ്, അല്ലെങ്കിൽ ക്രമപ്രകാരമല്ല, ചട്ടവിരുദ്ധമാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇവരെയൊക്കെ ഗവർണർ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അതിനെതിരായിട്ട് VC-മാർ, ഈ ബന്ധപ്പെട്ട VC-മാരൊക്കെ കോടതിയിൽ പോയി കേസ് നടത്തിയതിൻ്റെ ചിലവാണിത്. ഇത് VC-മാർ അവരവരുടെ പദവി രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ചിലവാണ്. ആ ചിലവ് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ചിലവഴിക്കുന്നത് ശരിയല്ല. അത് ഈ വ്യക്തികളെ കൊണ്ട് ആർക്ക് വേണ്ടിയാണോ കേസ് നടത്തുന്നത്, ആരാണോ കോടതിയിൽ പോയത്, അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കണം എന്നാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ വിധി. അത് സാധാരണഗതിയിൽ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിൻ്റെ എക്സ്പേർട്ടൊന്നും അല്ല സാർ. പക്ഷേ ഒരു സാധാരണ നമ്മുടെ കോമൺ സെൻസ് വെച്ച് പറഞ്ഞാൽ നിൽക്കില്ല. കാരണം യൂണിവേഴ്സിറ്റികളൊക്കെ സ്വതന്ത്ര സ്ഥാപനങ്ങളാണ്. ആ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ VC-മാരെ നിയമിക്കേണ്ട അവസരം വരുമ്പോൾ VC-മാർക്ക് സ്വാഭാവികമായിട്ടും ഞാനായാലും സാറായാലും യോഗ്യതയുള്ളവരൊക്കെ അപേക്ഷയായിട്ട് ചെല്ലും. എനിക്ക് യോഗ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട്. എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും, ഇൻ്റർവ്യൂ നടത്തും, എന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ നിയമിക്കും. അപ്പോൾ നിയമിക്കുമ്പോൾ ചട്ടപ്രകാരമാണോ നിയമിച്ചത് അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കാനുള്ള അധികാരം അണ്ടിൽ ഹി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ്
ഇയാൾ നിയമിക്കപ്പെടുന്നത് വരെ അത് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തിനാണ്. അതിന് അതിൻ്റെ ബോഡി ഉണ്ട്, അതിൻ്റെ സെനറ്റ് ഉണ്ട്, സിൻഡിക്കേറ്റ് ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്. ആഫ്റ്റർ ആൾ ഉദ്യോഗസ്ഥൻ രജിസ്ട്രാറാണ്. ഇനി ഇതിൻ്റെ മീതെ ആർക്കെങ്കിലും ഈ വൈസ് ചാൻസലർ എന്ന പദവിയിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ അതിൻ്റെ നിയമനാധികാരി എന്ന് പറഞ്ഞ് ഒപ്പിടേണ്ടത് 2 പേരാണ്. ഒന്നുകിൽ പ്രോ ചാൻസലറാണ്, അല്ലെങ്കിൽ ചാൻസലറാണ്. ഇത് ഗവർണറിലേക്ക് തിരിച്ചു ചെല്ലും. ഒടുവിൽ ആർ ബിന്ദു വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം പറയേണ്ടി വരും, പ്രോ ചാൻസലർ, അല്ലെങ്കിൽ ഗവർണർ ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഇതെന്തോ ഒരു വേറിട്ട വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇടപാട് പോലെ കാണുന്നത് ബുദ്ധിമുട്ടാവും. കാരണം സ്ഥാപനങ്ങൾ കാണിച്ച അനീതിക്ക് എങ്ങനെയാണ്? ഇപ്പം എനിക്ക് അർഹതയില്ലെങ്കിൽ അപ്പം പോകാൻ പറയണം. എന്നെ നിയമിച്ച് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഞാൻ അയോഗ്യനാണ് എന്ന് കോടതി പറഞ്ഞു. കോടതി പറഞ്ഞെങ്കിൽ അന്ന് ആ തെറ്റ് ആര് ചെയ്തു എന്നാണ് കോടതി പറഞ്ഞത്? യൂണിവേഴ്സിറ്റി ചെയ്തു എന്നല്ലേ? തീർച്ചയായിട്ടും അപ്പോൾ യൂണിവേഴ്സിറ്റികൾ ചെയ്ത കുറ്റത്തിന് യൂണിവേഴ്സിറ്റി ഫണ്ടാണ് ആത്യന്തികമായിട്ട്. ആ ഫണ്ട് ഇതിൻ്റെ ഗതികേടെന്ന് ആലോചിച്ചു. ഈ ഫണ്ട് എവിടുന്നാണ് പോകുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മളെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഫീസ് കൂടുതലാണ്. നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ, ഞാനും സാറും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് ഈ ഭാരം. അവരുടെ ഫീസ് അടച്ച പൈസയിൽ നിന്നാണ്, ആ പൈസയിൽ നിന്നാണ് ഇതൊക്കെ പോകുന്നത്. ഒരു വ്യയമാണ്, ദുർവ്യയമാണ്, നഷ്ടമാണ്. ഈ ദുർവ്യയം ഒരു ഭയങ്കര ദൗർഭാഗ്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പം ഇത് വി സിമാരുടെ പേരിൽ ഇങ്ങനെ സുപ്രീം കോടതിയിലേക്ക് ഇത്രയും പണം ഒഴുകി. അത് കൂടാതെ ഇത് കേരളത്തിൻ്റെ പണം, നമ്മുടെ ജനങ്ങളുടെ പണം ഒഴുകണ വേറൊരു രീതിയുണ്ട്. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അത് CBI അന്വേഷിക്കണമെന്നും പറഞ്ഞ ആൾക്കാർ ബഹളം ഉണ്ടാക്കും. അപ്പോൾ CBI ആ കേസ് ഏറ്റെടുക്കരുതെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി വാദിക്കാനായിട്ട് ഏറ്റവും വലിയ ലക്ഷങ്ങൾ, സത്യമാണ് സാറ് പറഞ്ഞത്, അത് കോടികൾ അനാവശ്യമായ ഒരു കേസ് ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചു, സത്യം കണ്ടെത്തിയില്ല. ഗ്രീവൻസ് ആരാണോ, പരാതിക്കാരൻ ആരാണോ, സങ്കട ഹർജിയുമായി ഇപ്പോൾ CBI ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഏറ്റെടുത്തെങ്കിൽ ഏറ്റെടുത്തോട്ടെ, ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കോടതി എന്തൊരു വൃത്തികേടാണ്. അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വലിയ വക്കീലന്മാരെ കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നു. അതൊക്കെ ശുദ്ധമായ. അത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ കണ്ടു നിൽക്കെ നടക്കുന്ന കൊലപാതകങ്ങളായിരിക്കും. അതിലൊരു തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിപ്പോണ സാഹചര്യത്തിലായിരിക്കും ഹെൽപ്ലെസ് ആയിട്ട് ഇവരുടെ പേരൻസ് ആയിരിക്കും ചിലപ്പോൾ CBIക്ക് വിടണമെന്ന് പറയും. CBI ഇതെടുക്കണ്ടെന്ന് പറഞ്ഞ് വാദിക്കാനായിട്ട് പാർട്ടി ഏറ്റവും വലിയ അഡ്വക്കേറ്റ്സിനെ രാജ്യത്ത് നോക്കി കൊണ്ടുവന്ന് അവർക്ക് കാശ് വാരിക്കോരി കൊടുക്കുകയാണ്. മാത്രമല്ല അതിന് വേറെ തമാശ, പിണറായി വിജയൻ്റെ കാലത്ത് അങ്ങനെ കോരി ഫീസ് കൊടുത്ത വക്കീലന്മാരൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുമാണ്, പ്രമുഖരൊക്കെ. അതിൻ്റെ വേറൊരു ഐറണി ഞാൻ പറയുന്നത്. ഇത് ഈ കേസിലേക്ക് ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നാൽ എനിക്ക് തോന്നുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പല നടപടികളും പലപ്പോഴും അത് ഒച്ചപ്പാടിൽ ഒതുങ്ങാറുണ്ടല്ലോ. വലിയ ബഹളം വെച്ച് കോലാഹലം കൂട്ടി വരും, പിന്നെ എവിടെയെങ്കിലും വെച്ചൊരു ചായക്കോപ്പയിലോ ചായമേശയിലോ തീരുകയും ചെയ്യും. അങ്ങനെ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിലിപ്പോൾ ആരും, ഇപ്പോൾ ഞാനായാലും സാറായാലും ഈ വൈസ് ചാൻസലർമാർ ആരായാലും പലരും വഴിവിട്ട നിയമനങ്ങൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഫേവറും അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. എങ്കിൽ തന്നെ നിയമത്തിന് മുമ്പിൽ അവരെങ്ങനെയാണ് പ്രതിയാവുക? ആവില്ലല്ലോ. എനിക്ക് അന്യായമായ നിയമനം തന്നത് ആ സ്ഥാപനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നിയമങ്ങൾ പാലിക്കാതെ ആണെങ്കിൽ അത് ആര് തന്നു? അവനല്ലേ പ്രതി. ഒരു ഫേവർ എനിക്ക് കിട്ടിയാൽ ഞാൻ വേണ്ടെന്ന് പറയും. അത് ഞാൻ ആനുകൂല്യം പറ്റിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ ആ പദവിയിൽ ഇരുന്ന കാലത്തോളം എല്ലാ ആനുകൂല്യങ്ങളും, ശമ്പളവും ആനുകൂല്യമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടാകും. കുറേ കാലം കഴിയുമ്പോൾ സുപ്രീം കോടതി പറയാണ് നിങ്ങൾ അന്ന് ചെയ്തത് തെറ്റാണ് എന്ന് ഈ സ്ഥാപനത്തോട് പറഞ്ഞാൽ അന്നത്തെ ചോദ്യം ചെയ്യണം. അന്നത്തെ PVC ആലോചിച്ചു. അന്നത്തെ PVC ഉണ്ടാവും, അവിടെ രജിസ്ട്രാർ ഉണ്ടാവും. അതിനും മീതെ ഇതൊക്കെ ഒപ്പിട്ട് അംഗീകാരം കൊടുത്ത ഒരു പ്രോ ചാൻസലർ ഉണ്ടാവുമല്ലോ, മന്ത്രി. അയാളെ പിടിക്കണം, അന്നത്തെ ഗവർണറെയും പിടിക്കാം. അതല്ലാതെ ഈ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇവർ ഇപ്പോൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലരെയും ഇപ്പോൾ എനിക്കറിയാവുന്ന VCമാരിൽ പലരും വഴിവിട്ട് എന്തെങ്കിലും ആനുകൂല്യത്തിന് പോകുന്നവരല്ല. ഇപ്പോൾ ഇവിടെ നമ്മളെ ശ്രീനാരായണ ഗുരു സർവകലാശാലയിൽ VC ആയിരുന്ന മുബാറക് പാഷ, ഞങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള ഞങ്ങളുടെയൊക്കെ എൻ്റെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന സാറാണ്. അവരൊന്നും വഴിവിട്ടൊരു ആനുകൂല്യത്തിന് പോകുന്നവരല്ല. ഈ ജയരാജ് സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പോകുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് 1 ലക്ഷം രൂപ മറ്റേ ഈ കണക്കിൽ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു ഡോക്ടർ അനിൽ വള്ളത്തോൾ ഒരു സൗമ്യനായ മനുഷ്യനാണ്. അദ്ദേഹം ഒന്നും വഴിവിട്ടൊരു നിയമത്തെ, പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാളെ സൗമ്യനായ ഒരു VCയെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യങ്ങൾ നേടാമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ രാഷ്ട്രീയക്കാരും ഭരണകൂടത്തിലെ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഉണ്ടെങ്കിൽ അവരെയാണ് പണിഷ് ചെയ്യേണ്ടത്, ഇദ്ദേഹത്തെ അല്ലല്ലോ.
അപ്പോൾ ഇത് ദിസ് മേ എൻഡപ്പസ് സ്റ്റോം ഇൻ ദി അത്രേ ഉള്ളൂ. ഒരു ചായക്കോപ്പയിൽ കൊടുങ്കാറ്റായിട്ട് അവസാനിക്കാനേ കാര്യമുള്ളൂ. ഇത് ഒരു ദിവസത്തെ ഒരു VC-യുടെ ഉത്തരവ്. വേണമെങ്കിൽ ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉണ്ടല്ലോ, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനെ അവരുടെ നിവേദനത്തിന് തൃപ്തിപ്പെടുത്താൻ ഉത്തരവിടുക എന്നല്ല. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ വില ഇടിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നത്. ഇയാൾ വീരശൂര പുലിയാണെന്നൊക്കെ തോന്നിക്കുന്ന മട്ടിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ആ ഉത്തരവ് എപ്പോഴാണ് നള്ളിഫൈ ചെയ്യുക, അദ്ദേഹം തന്നെ ഇല്ലാതാക്കിയത് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അറിയാതെ അത് റദ്ദായി പോയത്, ഇദ്ദേഹത്തിൻ്റെ വലിയ കൊടിയ രോഷം എപ്പോഴാണ് അന്തരീക്ഷത്തിൽ അലിഞ്ഞ് ശൂന്യമായി പോകുന്നത് നമ്മൾ തന്നെ കാണുന്നില്ല. അത്തരത്തിൽ ഒരു ഒടുവിലത്തെ ഒരു വെളിപാടായിട്ടേ നമുക്ക് ഇതിനെ കാണാനുള്ളൂ. ഈ ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു വെളിപാട് കൂടി എന്ന് പറയാനേ ഈ ഉത്തരവിന് വിലയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.